ഹലോ. ഓണത്തിന് 2 ദിവസം മുമ്പേ തന്നെ വേണ്ടിയ സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് ഞാനും അമ്മയും കൂടിയാണ് പോയത്. അങ്ങനെ നീണ്ട ലിസ്റ്റൊക്കെ എഴുതി കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചു. പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും അങ്ങനെ എല്ലാം വാങ്ങി. ഞാനാണ് ലിസ്റ്റ് എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 2, 3 തവണ കടയിൽ പോകേണ്ടി വന്നു. എന്തെങ്കിലുമൊക്കെ മറന്നു പോകുമല്ലോ. അങ്ങനെ 2, 3 പ്രാവശ്യം പോകേണ്ടി വന്നെങ്കിലും എല്ലാ സാധനങ്ങളും പച്ചക്കറികളും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ 2 ദിവസം മുമ്പേ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. തലേദിവസം വൈകിട്ട് തന്നെ നാരങ്ങായും മാങ്ങായും അച്ചാറിട്ട് വെച്ചേ. അമ്മയാണ് ഇട്ടത്. അമ്മയ്ക്ക് നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ അറിയാം. ആ സമയത്തിന് പിന്നെ ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പച്ചടിക്കും തീയലിനും ഇഞ്ചിക്കറിക്കുള്ളതെല്ലാം അരിഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് എല്ലാ കറികളും റെഡിയാക്കി എടുത്തു. പച്ചടിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ രാത്രിയായി കേട്ടോ. അത് കഴിഞ്ഞാണ് പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വറക്കണമായിരുന്നു. പിന്നെ അതെല്ലാം പൊളിച്ച് രാത്രി തന്നെ അതെല്ലാം വറുത്ത് കോരിയെടുത്തു. അങ്ങനെ രാത്രി തന്നെ എല്ലാ പണികളും തീർത്ത് വെച്ച് രാവിലത്തേന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവും കൂടി അരച്ച് വെച്ചിട്ടാണ് കിടന്നത്. പിന്നെ നേരം വെളുത്തെഴുന്നേറ്റ് വിളക്ക് കത്തിച്ചു. പിന്നെ ചെറുതായിട്ടൊക്കെ ഒരു പൂക്കളം ഇട്ടു. പൂക്കളൊക്കെ ഒരുപാടെടുത്ത് തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. ശകലമൊക്കെ പൂക്കളുണ്ടായിരുന്നുള്ളൂ. അപ്പം ഉള്ളത് കൊണ്ടൊരു പൂക്കളമൊക്കെ ഒപ്പിച്ചു. പിന്നെ അമ്പലത്തിലൊന്ന് പോയി തൊഴുതു വന്നു. പിന്നെ ബാക്കി പണികളിലേക്കൊക്കെ കടന്നു വന്ന ഉടനെ തന്നെ. ഇത്തവണ ഞാൻ വീട്ടിൽ പോവില്ല, ഇവിടെ തന്നെയാണ് ഓണം കൂടിയത്. കാരണം എല്ലാ പ്രാവശ്യവും സ്കൂൾ അടയ്ക്കുമ്പോൾ തന്നെ ഞാനും പിള്ളേരും കൂടെ വീട്ടിലോട്ട് പോകും. പിന്നെ ഓണത്തിൻ്റെ അന്ന് ചേട്ടായി വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരാറുള്ളത്. അപ്പം ഇത്തവണ ഇവിടെ ഓണം ഘോഷിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്നത്. ഇത്തവണ പോയില്ല, ഓണം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുവാണ്. അടപ്രഥമനാണ് ഉണ്ടാക്കിയത്. ഏത് വിശേഷമായാലും സദ്യയുടെ കൂട്ടത്തിൽ തന്നെ ഇറച്ചിയും മീനും ഒക്കെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. അതുപോലെ തന്നെ ഇറച്ചിയും മീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഉച്ചയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പണികളെല്ലാം ഒതുക്കി. ഇത്തവണത്തെ ഓണം നല്ല സന്തോഷമായിട്ട് അപ്പാപ്പിമാരും ആൻറ്റിമാരും പിള്ളേരും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് സന്തോഷത്തോടെ കഴിച്ചു. നല്ലൊരു ഓണമായിരുന്നു. അപ്പം ഇതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന് പ്രത്യേകം നന്ദിയും പറയുന്നു. ഇനി മുന്നോട്ടിടുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ